സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 15 വേർഡ്സ് 8. കർത്താവായ യഹോവയെ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ആൻഡ് ഹി സെഡ്, ലോർഡ് ഗോഡ്, whereby shall I know that I shall inherit it? നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ ട്രൂത്ത് ഈസ് there's nothing wrong with you. This is a normal part of the testing and maturing of your friendship with God. Every Christian goes through it at least once and usually several times. It is painful and disconcerting, but it is absolutely vital for the development of your faith. Knowing this gave Job hope. He could not feel God's presence in his life. He said, I go east, but he is not there. I go west, but I cannot find him. I do not see him in the north, for he is hidden. I turn to the south, but I cannot find him. But he knows where I am going, and when he has tested me like gold in a fire, he will pronounce me innocent. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേർഡ്സ് 4. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 4-ാമത് വാക്യം. കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്, കാളയുടെ ശക്തി കൊണ്ട് വളരെ ആദായം ഉണ്ട്. Where no oxen are, the crib is clean, but much increase is by strength of the ox. Fourth section, മാത്യു ഓർ മത്തായി. മത്തായി ഇത് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത് വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 14. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. For ye forgive men their trespasses, your heavenly Father will also forgive you. നമുക്ക് വായനാ ഭാഗം നോക്കാം. യേശു യൂദയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെ. The book of John chapter 13 verse 21 to 30. വളരെ കലങ്ങിയ ഹൃദയത്തോടെ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു. നിങ്ങളിൽ ഒരാൾ എൻ്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കും. അവൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് അറിയാതെ ശിഷ്യന്മാർ പരസ്പരം നോക്കി. ഒരു ശിഷ്യൻ യേശുവിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ആരെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് എന്ന് ചോദിക്കാൻ പത്രോസ് അയാളോട് ആംഗ്യം കാണിച്ചു. ആ ശിഷ്യൻ യേശുവിനോട് ചാരി ഇരുന്നു കൊണ്ട് ചോദിച്ചു, അതാരാകുന്നു ഗുരു? യേശു പറഞ്ഞു, ഞാൻ അപ്പം മുക്കി ആർക്ക് കൊടുക്കുന്നോ അയാൾ തന്നെ. അവൻ അപ്പം മുക്കി ഇസ്കരിയോത്ത യൂദയ്ക്ക് കൊടുത്തു. അപ്പം വാങ്ങിയ ഉടൻ തന്നെ സാത്താൻ അയാളെ നിയന്ത്രിക്കാൻ തുടങ്ങി. നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക, യേശു അയാളോട് പറഞ്ഞു. മറ്റുള്ളവർക്ക് യേശു പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായില്ല. നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു അയാൾ മനസ്സിലായില്ല. പണസഞ്ചി യൂദയുടെ പക്കൽ ആയിരുന്നതിനാൽ പെരുന്നാളിന് എന്തെങ്കിലും വാങ്ങുവാനോ സാധുക്കൾക്ക് വല്ലതും കൊടുക്കുവാനോ ആയിരിക്കുമെന്ന് യേശു പറഞ്ഞതെന്ന് അവർ കരുതി. അപ്പം വാങ്ങിയ ഉടനെ അയാൾ പുറത്തു പോയി. അപ്പോൾ രാത്രിയായിരുന്നു. ഇനി നമുക്ക് കണ്ടന്റ് നോക്കാം. ഇത്രയും വായിച്ച ഭാഗത്തിൻ്റെ ഉള്ളടക്കം കണ്ടന്റ്. ഫസ്റ്റ് സെഷൻ, ഉൽപ്പത്തി ഓർ ജനസിസ്. കർത്താവായ യഹോവയെ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. ആൻഡ് ഹീ സെഡ്,
Lord God, whereby shall I know that I shall inherit it. പിന്നെ നമുക്ക് റിക്വയർഡ് ബുക്കായതാ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഉള്ളവരുള്ളതൊക്കെ നോക്കാം. ദ ട്രൂത്ത് ഈസ് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് യു. ദിസ് ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ദ ടെസ്റ്റിംഗ് ആൻഡ് maturing of your friendship with God. Every Christian goes through it at least once and usually several times. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്. കാളയുടെ ശക്തി കൊണ്ട് വളരെ ആദായം ഉണ്ട്. അപ്പം കാളകളില്ലാത്തിടത്ത് എപ്പോഴും നമുക്കറിയാം അവിടെ തൊഴുത്ത് നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും കിടക്കും. എന്നാൽ കാളയുടെ ശക്തി കൊണ്ട്, കാളയ്ക്ക് നല്ല ഒരു ശക്തിയുള്ള ഇതായതുകൊണ്ട് വളരെ ആദായം കാളയെ കൊണ്ട് ആൾക്കാർ ഉണ്ടാക്കുന്നുമുണ്ട്. വേർ നോ ഓക്സൻ ആർ ദ ക്രൈബ് ഈസ് ക്ലീൻ ബട്ട് മച്ച് ഇൻക്രീസ് ഈസ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദ ഓക്സ്. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർ മത്തായി. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അപ്പം മനുഷ്യരോട് പിഴകളെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഫോർ ഇഫ് യു forgive men their trespasses, your heavenly Father will also forgive you. അപ്പം എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.